ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എം സീതാമ FF. ഓക്കെ ഗൈസ്, നമ്മളെന്താണെന്ന് വെച്ചാൽ ഞാനിതൊരു റിവഞ്ച് ബാച്ചാണ്. ഓക്കെ, 0-3 നിന്ന് കംബാക്ക് അടിച്ച് ലാസ്റ്റ് 4-3 ആവുന്ന സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. മാത്രമല്ല ഗൈസ്, ഞാൻ ആദ്യത്തെ റൗണ്ട് ഗണ്ണൊന്നും എടുക്കാതെയാണ് കേട്ടോ പോകുന്നത്. ഈ വീഡിയോ എന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഈ വീഡിയോ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കളിച്ചാണ്. മാത്രമല്ല ഇത് ഒരുപാട് ഓൾഡ് വീഡിയോ ആണ്. ഏതാണ്ട് ഒരു വർഷം മുന്നേ എന്തിനാണ് ഞാനിത് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത്. ഇത് ഞാൻ എൻ്റെ പഴയ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിരുന്നത്. അത് ബാനായി പോയി ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ പുതിയ യൂട്യൂബ് ചാനലിൽ ഇത്ര ലേറ്റായിട്ട് ഈ വീഡിയോ എടുത്തത്. ഇതെന്താ പണ്ടത്തെ ഡാറൂട്ടോയുടെ ഫസ്റ്റ് അപ്ഡേറ്റിൽ നിന്നാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. ഓക്കെ, അപ്പോഴത്തേനും ഞാൻ ഒരു AW പ്ലെയർ ആയിരുന്നു ഗൈസ്. ഓക്കെ, അങ്ങനെയുള്ള ഞാനാണിപ്പോൾ ഇങ്ങനെ ആയത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് റൗണ്ട്, അത് നമ്മൾ തോക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് റൗണ്ട്, അതിനെല്ലാം ആദ്യം ഒരുത്തർ അടിച്ചിട്ടു. ഓക്കെ, ഇതാണ് എൻ്റെ ടീംമേറ്റിൻ്റെ കളിയാണ്. അങ്ങനെ ഈ റൗണ്ട് നമ്മൾ അതിസാഹസികമായിട്ട് തോറ്റിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ തേർഡ് റൗണ്ട്. നമ്മളെ ടീംമേറ്റ് ആണെങ്കിൽ എന്തൊക്കെയോ കാണിച്ച് അങ്ങനെ ഒരുത്തനെ നോക്കാക്കിയിട്ട് അവൻ റീലോഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവനെ ഞെക്കിപ്പിടിച്ച് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മൂന്നാമത്തെ റൗണ്ടും കഴിഞ്ഞ് ഇനിയാണ് നമ്മളെ റിവഞ്ച് ടൈം. ഓക്കെ ഗൈസ്, ഞാനാണെങ്കിൽ ഇങ്ങനെ തുള്ളി കണ്ട് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഇരുന്ന് നോക്കിയപ്പോഴാണെങ്കിൽ ഒരു എനിമീനെ സ്പോട്ട് ചെയ്ത്. ഓക്കെ, ഇവിടെ ഞാൻ കാര്യങ്ങളൊക്കെ തേടാണ് കിടക്കുന്നത്. ഒരു കില്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോഴത്തേനാണ് സൈഡിലൊരുത്ത ഗ്ലൂ വാളിട്ട് കളിക്കുന്നത്. ആ ഗ്ലൂ വാൾ പൊട്ടിയത് ഒരുത്തരം അവനൊരു 150 കൊടുത്ത് എഗെയിൻ ഒരു 150 കൊടുത്ത് അവനെ ഡൗൺ ആക്കി. അവൻ്റെ ടീമായിട്ട് ചാടി മണ്ടയിലോട്ട് പോയി. അവനൊരു 200 എത്രയാണ് ഞാൻ കണ്ടില്ല, കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല, ക്ലാരിറ്റി കുറവാണ്. പെട്ടെന്ന് പെട്ടിയാവാനുള്ള സമയമായിരുന്നു. ഫുൾ ഡാമേജ് എനിക്കായിരുന്നു. ഞാൻ മെഡിക്കറ്റ് അടിച്ച് ഒന്ന് ലൈഫ് ഫുള്ളാക്കാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഡിവൈസിൻ്റെ കുഴപ്പമാണ്. വേറൊന്നും വിചാരിക്കരുത്. അങ്ങനെ ഞാൻ മെഡിക്കറ്റെല്ലാം അടിച്ച് ഫുള്ളാക്കിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. യെസ്, ഞാനാണെങ്കിൽ നേരെ സ്കോപ്പ് ഇട്ട് കൊടുത്തിട്ട് തലമണ്ട അങ്ങ് അടിച്ച് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അവന് സോണിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോണിയെ മുന്നേ അവിടെ എത്തി അവനെ ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയപ്പോൾ അതിനെ അവൻ പൊങ്ങിയിട്ട് അവനെ വീണ്ടും ഞാൻ അടിച്ച് നോക്കാക്കി. എന്നിട്ട് ആ കില്ലും കൂടി ഫിനിഷ് ചെയ്തിട്ട് ഏസ് കിട്ടുമെന്ന് വിചാരിച്ച് ഞാനങ്ങ് തണ്ടി നടക്കിയത് ഗൈസ്. ഗൈസ്, അങ്ങനെ എനിമിയെ കണ്ടപ്പോഴത്തേനും എൻ്റെ അടുത്ത് സ്നൈപ്പർ ഒറ്റ ഷോട്ട് കൊടുത്തിരുന്നെങ്കിൽ അവൻ ഫിനിഷ് ആയിരുന്നു. ബട്ട് ഗൈസ്, അങ്ങനെ നമ്മൾ നാലാമത്തെ റൗണ്ട് ഇവിടെ എത്തിയപ്പോഴത്തേനും നമ്മുടെ ടീമേറ്റ് ഡൗൺ ആവണം. അപ്പോഴത്തേനും അവിടെ ഒരുത്തരം 150 കൊടുത്ത് ഡൗൺ ആക്കി. അപ്പോഴത്തേന് ഇവിടെ ഒരു മതിലിൻ്റെ ബാക്കിൽ ഒരുത്തന്നെ സ്പോട്ട് ചെയ്ത്. അവിടെ അവൻ മതിലിൻ്റെ ബാക്കിൽ കവർ എടുത്തിരിക്കുകയാണ്. ഞാൻ എൻ്റെ AW വേണ്ടിക്കുന്നതുകൊണ്ട് ഞാൻ 2 അടി കറക്റ്റ് അവൻ്റെ പുറത്തുകൊണ്ട് അവൻ ഡൗൺ ആയി ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത റൗണ്ട് എത്തി. അപ്പോഴത്തേനും എനിക്ക് ഹിറ്റ് കിട്ടി ഗൈസ്. അപ്പം നോക്കുമ്പോൾ നമ്മൾ ടീമേറ്റ് ഡൗണായി. ഞാൻ അവൻ്റെ നൈസിനെ റിവൈവ് ആക്കുന്ന സമയം കൊണ്ട് നമ്മൾ ടീമേറ്റ് ഒരുത്തന്നെ അടിച്ചിട്ട്. അപ്പോഴത്തേനും ഒരുത്ത തുള്ളി വന്ന് അവൻ അടിക്കാൻ നോക്കി. പക്ഷേ എനിക്ക് അവനെ അടിക്കാൻ പറ്റില്ല, അവൻ എന്നെ അടിക്കാൻ പറ്റി. ഞാനിവിടെ നിന്ന് റിപ്പയർ കിറ്റൊക്കെ അടിച്ച് മാക്സ് ആക്കിയിട്ട് ഇവിടെ വന്ന് അവന് കറക്റ്റ് ഒരു ഷോട്ട് കൊടുക്കാൻ നേരത്തെ അവൻ ഗ്ലൂ വാളിട്ട് ഗൈസ്. പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ ആ ഗ്ലൂ വാളിൻ്റെ അകത്തൂടെ പോയി അവനൊരു ഷോട്ട് കൊടുത്ത് അവനെ നോക്കാക്കി ഗൈസ്. ഗൈസ്, അങ്ങനെ ഞാൻ അവനെ ഫിനിഷാക്കി അടുത്ത എനിമി തപ്പി നോക്കുമ്പോൾ ഞാൻ ഇവിടെ ആദ്യം വിചാരിച്ചു ഇവിടെ എനിമി ഉണ്ടായിരുന്നു. ബട്ട് ഗൈസ്, എന്നിട്ട് നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല. നമ്മൾ ആ HP വെച്ചുകൊണ്ട് തന്നെ അവൻ എങ്ങനെയെങ്കിലൊക്കെ അടിച്ചിടാൻ വേണ്ടി കഷ്ടപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനെന്നെ ഒരെണ്ണം പോലെ കണക്റ്റ് ആയിട്ടില്ല. ലാസ്റ്റ് ഞാൻ കഷ്ടപ്പെട്ട് 2 150 കൊടുത്ത് ഡൗൺ ആക്കി. എന്നിട്ട് അവൻ ഡിബിത്തിലിട്ട് പോകുന്നു. ഗൈസ്, എന്നിട്ട് അവൻ പൊങ്ങി വന്നിട്ട് അവൻ എങ്ങനെയെങ്കിലും അടിച്ചിടാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മളെ ടീമായിട്ട് അവനെ അടിച്ചിട്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ഫൈനൽ റൗണ്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ മാറിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു എനിമി നമ്മൾ മാറിയ സ്ഥലത്ത് കറക്റ്റ് വന്നിട്ട് നിന്ന് ഞാൻ അവനെ കണ്ട ഉടനെ ഒരു 150 കൊടുത്തു. റിഫ്ലക്സ് ഗൈസ്, റിഫ്ലക്സ്. എന്നിട്ട് അവനെ ഫിനിഷാക്കിയിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോഴത്തേനും ഇവിടെ ഒരു എനിമി അവനൊരു 150 കൊടുത്തപ്പോൾ ഇവിടെ 1 അല്ല 2 എനിമി ഗൈസ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ചാടി. അപ്പോഴത്തേനും ഇവിടെ ഒരു എനിമി അവന് ഒരു 150 കൊടുത്ത് അടുത്തൊരു 150 കൊടുത്ത് ഡൗൺ ആക്കിയിട്ട് വെളിയിലോട്ട് ചാടിയപ്പോൾ നമ്മൾ കളി കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് കേട്ടോ.